ഒരുപാട് പ്രതിഭകൾ പഠിച്ചിറങ്ങിയ ഒരു മഹാവിദ്യാലയത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. SLC +2 പരീക്ഷയിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തി മികച്ച വിജയം നേടിയ വിദ്യാലയം. ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞ SLC പരീക്ഷയിൽ ഒരു വിജയഗാഥ രചിച്ച മിടുക്കനുണ്ട്. SMA എന്ന അപൂർവ രോഗം ബാധിച്ച ആ മിടുക്കന്റെ വിജയഗാഥയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. കാണാം ആ വിശേഷങ്ങൾ. എഴുതാൻ പറ്റിയിട്ടുണ്ട്. പത്താംതര പരീക്ഷ ആത്മവിശ്വാസത്തോടെ എഴുതിയിട്ടുണ്ട്. ഇതായിരുന്നു അശ്വിൻ UAയിലേക്ക് തിരിക്കുമ്പോൾ ആവേശത്തോടെ പറഞ്ഞ മറുപടി. ഫലം വന്നപ്പോഴാകട്ടെ മിടുക്കന് 8 A+ഉം 2 Aയും. SLC പരീക്ഷയിൽ സംസ്ഥാനത്ത് ചരിത്രം കുറിച്ച ഗവൺമെൻറ് രാജാസ് സ്കൂളിൻ്റെ വിജയഗാഥയിൽ അശ്വിനും ഇടം പിടിച്ചു. ഇനി മിടുക്കൻ ആരെന്നറിയണ്ടേ? കോട്ടയ്ക്കൽ സ്വാഗതമാട് സ്വദേശിയാണ്. കാലുടി മുതുവിൽ ഫൈസൽ മുനീറിൻ്റെയും ജസീനയുടെയും മകൻ. ജനിച്ച് 1.5 വർഷത്തിന് ശേഷം SMA അഥവാ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന രോഗബാധിതൻ. തുടർന്ന് വിവിധ ചികിത്സകളിലൂടെയായിരുന്നു ജീവിതം. 6ാം തരം വരെ പഠനം ഗൾഫിൽ, 7 മുതൽ രാജാ സ്കൂളിൽ. പക്ഷേ ഓരോ വർഷവും സ്കൂളിൽ എത്തുന്നതാകട്ടെ പരീക്ഷ എഴുതാൻ മാത്രം. നാട്ടിലെത്തിയാൽ വല്യപ്പ കോയക്കുട്ടി ഹാജിയും മറ്റു കുടുംബാംഗങ്ങളും ഒപ്പമുണ്ടാകും. യൂട്യൂബ് ഓൺലൈൻ വഴിയായിരുന്നു പഠനമെങ്കിലും 10 A ഡിവിഷനിലെ കൂട്ടുകാർക്കും അധ്യാപകർക്കും പ്രിയപ്പെട്ടവൻ. സ്കൂളിൽ ബന്ധു കൂടിയായ കാലുടി ഷംസുദ്ദീൻ്റെയും റൈഹാനത്തിൻ്റെയും മകൻ മുഹമ്മദ് ഷാനിഫാണ് കട്ടയ്ക്ക് കൂട്ടുള്ളത്. റിസൾട്ട് വന്നതോടെ സ്കൂളിൻ്റെ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അശ്വിൻ. എൻ്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സും എന്നെ പൊക്കി കൊണ്ടുപോയിട്ടുണ്ട്. ഗ്രൗണ്ട് കാണിക്കാനും അതുമല്ല എല്ലാ പ്രോഗ്രാംസിനും എന്നെ ഇൻവോൾവ് ചെയ്യാൻ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോകലുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. വീൽ ചെയറിൽ ജീവിതം തളച്ചിടാതെ ശാസ്ത്രജ്ഞനായി മാറിയ സ്റ്റീഫൻ ഗ്രോസ്ബർഗ് ആണ് മിടുക്കൻ്റെ പ്രചോദനം. വർഷത്തിൽ 4 മാസം കൂടുമ്പോൾ വലിയ ചിലവേറിയ സ്പൈനൽ ഇഞ്ചക്ഷൻ അശ്വിന് നൽകേണ്ടതുണ്ട്. UAയിലെ ചാരിറ്റിയുടെ സഹായത്തോടെയാണ് ചികിത്സ. മലയാളം പറയാൻ പ്രയാസമാണെങ്കിലും ഇംഗ്ലീഷിൽ കട്ടയ്ക്കാണ് മറുപടി. Make me feel included even though I wasn't a regular student. And I also want to thank my parents who are my arms and legs, who supported me in everything I wanted to do. Thank you. UAയിൽ തുടർ പഠനത്തിന് തയ്യാറെടുക്കുന്ന അശ്വിൻ തന്നെ ചേർത്ത് പിടിച്ചവർക്കെല്ലാം നന്ദി പറയുകയാണ്. +1 പഠനത്തോടൊപ്പം സൈബർ സെക്യൂരിറ്റി ഏറെ ഇഷ്ടപ്പെടുന്ന അശ്വിൻ നിലവിൽ UAയിൽ സൈബർ സെക്യൂരിറ്റീസ് കോഴ്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം.